ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ആടിൻ്റെ ശനിയാഴ്ച കളക്ഷൻ അതിഗംഭീരമെന്നാണ് വിശേഷിപ്പിക്കാനുള്ളത്. ആദ്യ 2 ദിനത്തേക്കാൾ കൂടുതലാണ് വേൾഡ് വൈഡും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഉള്ള കളക്ഷൻ. ഒഫീഷ്യലായി 2 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 48 കോടിയുടെ പോസ്റ്ററാണ് ടീം പുറത്ത് വിട്ടിരിക്കുന്നത്. എന്താണേലും ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ്. അതായത് 4 ദിവസം കൊണ്ട് സിനിമ 100 കോടി ക്ലബിലേക്ക് കയറാൻ പോകുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആടിനെ പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 1867 ഷോകളിൽ നിന്ന് 4,03,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ ഇതുവരെ, അതായത് 10 മണി വരെ രാത്രി 80% തിയേറ്റർ ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്ന ട്രാക്ഡ് കളക്ഷൻസിലൂടെ മാത്രം 6,44,00,000 രൂപ. അതായത് സിനിമ ഇന്നലെ നേടിയിരിക്കുന്നത് 7 കോടിയോളമായിരുന്നു കളക്ഷനായി വന്നത്. ട്രാക്ഡ് കളക്ഷൻസിൽ 6,30,00,000 രൂപയായിരുന്നു. ഇന്ന് അതേ സ്ഥാനത്ത് സിനിമയ്ക്ക് 7 കോടിക്ക് മുകളിലേക്ക് പോകും. അതായത് ഏകദേശം 7.5 കോടിയോളമായിരിക്കും, അല്ലെങ്കിൽ 8 കോടിക്ക് താഴെയായിരിക്കാം സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ. 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് സിനിമ 22 കോടി ആ റേഞ്ചിലേക്ക് എത്തുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് 2 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വിട്ടിരിക്കുന്നത് 48 കോടി എന്നുള്ളതാണ്. ഇന്നലെയും സിനിമയ്ക്ക് 22 കോടിയോളമാണ് വന്നത്. ആദ്യ ദിനത്തിൽ 18 കോടിക്ക് മുകളിൽ എന്നുള്ളതായിരുന്നു ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ. അങ്ങനെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് 40 കോടിയാണ്. ഒഫീഷ്യലായി വന്നിരിക്കുന്നത് 48 കോടിയും. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ കളക്ഷൻ ഏകദേശം 25-27 കോടിക്ക് മുകളിലേക്ക് വേൾഡ് വൈഡ് ആയിട്ടുണ്ടാകുമെന്നാണ്. അങ്ങനെ വരികയാണെങ്കിൽ സിനിമയ്ക്ക് തീർച്ചയായും നമുക്ക് 65-70 കോടിയിലേക്ക് സിനിമയെത്തും. ഞായറാഴ്ചത്തെ കളക്ഷനോടുകൂടി സിനിമ ഒരു പക്ഷേ 95 അല്ലെങ്കിൽ 100 കോടിയിലേക്ക് എത്തും. ഞായറാഴ്ച മിന്നുന്ന കളക്ഷനായിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ ആദ്യ മണിക്കൂറിൽ സിനിമ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേർ ആവറേജ് എന്നുള്ള ഒരു കാര്യം പറയുകയും ചിലരൊക്കെ മോശമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു കോമഡി സിനിമ നമ്മൾ കണ്ടിട്ട് കാലങ്ങൾ ആകുന്ന ഒരു കാലം. ആ ഒരു ജോണറിലേക്ക് ഒരു സിനിമ വരുമ്പോൾ തീർച്ചയായും എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് അത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ആട് 1, ആട് 2 കഴിഞ്ഞാൽ തീർച്ചയായും ഈ സിനിമ വരുമ്പോൾ അതിഗംഭീര വിജയമാകുമെന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആട് മലയാളത്തിൽ നിന്നുള്ള അടുത്ത 200 കോടി ചിത്രമാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കാം. എന്തായാലും ജയസൂര്യയ്ക്ക് അതിഗംഭീരമായിട്ടുള്ളൊരു ഭാഗ്യമാണ് ആട് ഒരുക്കിയിരിക്കുന്നത്. ഇനി വരുന്ന ഫ്രാഞ്ചൈസിയിൽ ഒരു പക്ഷേ 500 കോടിയും ഈ സിനിമ തൂക്കും. കാരണം ജനങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട കോമഡി ജോണറാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ പ്രതീക്ഷിക്കുന്നു.